ശരിക്കും പറഞ്ഞാൽ ഗംഗ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഗംഗയുടെ ഒരു ഒരു USP എന്ന് പറയില്ലേ, ഗംഗയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം സ്ലാങ് തന്നെയായിരുന്നു. രണ്ട് വാക്ക് അതിൽ പറഞ്ഞിട്ട് പറഞ്ഞത് അല്ലടാ ഇനി എനിക്ക് തോന്നാത്തയാണോന്ന് കേട്ടോ. ഞാൻ ജാട ഇട്ടതാണ്. ഞാൻ അങ്ങനെയാണ് സംസാരിക്കണത്. പക്ഷേ നമ്മളെ നാട്ടിലെ ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങ് വരും, തന്നെ ചേട്ടാ ആണോ ചേട്ടാ അങ്ങനെയൊക്കെ കയറി വരും. അല്ലെങ്കിൽ എവിടെ പോണോ ആണോ എന്റെ ശിവനെ ഇങ്ങനെയൊക്കെ കയറി വരാറുണ്ട്. പിന്നെ ചില സമയത്ത് മാത്രമേ എനിക്കിങ്ങനെ ജാട, അത് ഇത്രയും മേക്കപ്പ് നമ്മൾ ഈ ഡ്രസ്സിനോട് മേക്കപ്പിനോട് ഒരു ഇത് ആറ്റിറ്റ്യൂഡ് കാണിക്കണമല്ലോ, അതുകൊണ്ട് ശരിക്കും ഗംഗ ഇതിലേക്ക് ഇപ്പൊ ഒരുപാട് പേര് കടന്നു വരാൻ പേടിക്കുന്ന ഒരു ഫീൽഡ് ആയിരുന്നു ഒരു പോയിന്റ് വരെ. പക്ഷേ ഈ ഡിജിറ്റൽ മീഡിയ ഒക്കെ വന്ന സമയത്താണ് ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗർ, ഫാഷൻ വ്ളോഗർക്ക് കൂടുതൽ റെക്കഗ്നിഷൻ കിട്ടിയത്. ഈ ഡിജിറ്റൽ മീഡിയ ഇല്ലായിരുന്നെങ്കിൽ ഗംഗ എന്ത് ചെയ്തേനെ? ഞാൻ ഓഫ് കോഴ്സ് എന്തെങ്കിലും ജോലി വാങ്ങിച്ചേനെ. കാരണം ജോലി ചെയ്യാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതെന്റെ ഒരു ക്യാരക്ടറാണ്. എനിക്ക് എന്തെങ്കിലും ഒരു ജോലി വേണം, ചുമ്മാ ഇരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. സോ എങ്കിൽ ഞാൻ മേ ബി എന്തെങ്കിലുമൊക്കെ ചെയ്തേനാ. മാക്സിമം കൂടുതലും അലക്കുന്ന എന്തെങ്കിലും പരിപാടികൾ ഞാൻ നോക്കിയേനെ. സംസാരിക്കുന്ന എന്തെങ്കിലും ഒരു അഡ്വക്കേറ്റ് ആയിട്ടോ ഒരു RJ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും. ഈ ജഡ്ജിയിലേക്ക് മുമ്പിൽ കിടന്ന് ബഹളം വെച്ചേനാ. ഈ ബഹളം വെക്കുമ്പോ കരയുന്ന ആളാണോ? ഞാനൊക്കെ ബഹളം വെച്ച് അപ്പ കരയുന്ന ആളാണ്. അങ്ങനെയല്ല. അപ്പം ഓക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ.